സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും നിഗൂഢ ദിവസങ്ങളാണ് അടിയന്തരാവസ്ഥയെന്ന് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരസേനാനി എൻ നന്ദകുമാർ. 18-ാം വയസ്സിലായിരുന്നു അടിയന്തരാവസ്ഥയ്ക്കെതിരായ സമരങ്ങളിൽ താൻ പങ്കെടുത്തത്. പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത്. ഇന്നലെയും നെഹ്റു കുടുംബവും ചേർന്ന് ആസൂത്രിതമായാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതെന്ന് എൻ നന്ദകുമാർ പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ നമ്മളൊരു സത്യത്തിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ കേവലം അത് ഒറ്റപ്പെട്ട കോടതി വിധി മാത്രമായിരുന്നു പറയാൻ സാധ്യമല്ല. കാരണം വളരെ വർഷങ്ങളായിട്ട് ശ്രീമതി ഇന്ദിരാഗാന്ധിയും നെഹ്റു കുടുംബവും അവര് കൃത്യമായിട്ട് നടത്തിയിട്ടുള്ള ആസൂത്രണത്തിന്റെ ഫലമാണ് അടിയന്തരാവസ്ഥ. അത് ഞാനത് പറയാനുള്ള കാരണം അക്കാലത്തുള്ള വർത്തമാന പത്രങ്ങൾ മാധ്യമങ്ങളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് ടൈംസ് ഓഫ് ഇന്ത്യ, പയനിയർ തുടങ്ങിയിട്ടുള്ള എല്ലാ പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കടുത്ത ദാരിദ്ര്യം, 6 മാസമായിട്ട് ഭക്ഷണം കിട്ടാൻ നിവൃത്തിയില്ലാത്ത ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിലെ പുരളിയ പോലുള്ള ഗ്രാമത്തിന്റെ അവസ്ഥ, 1 ലക്ഷം കുട്ടികളെ പിടഞ്ഞു വീണ് മരിച്ചിട്ട് ഗുജറാത്തിലെ അവസ്ഥ, ഒരു റൊട്ടിക്ക് വേണ്ടിയിട്ട് 3-4 കിലോമീറ്ററുകൾ നടന്നിട്ടുള്ള രാജസ്ഥാനിലെ ആളുകളുടെ അവസ്ഥ, അങ്ങനെയുള്ള ഭാരതത്തിലെ എമ്പാടുമുണ്ടായിട്ടുള്ള കടുത്ത ദാരിദ്ര്യം, ആ കടുത്ത ദാരിദ്ര്യം കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികമായുള്ള പരാധീനതകൾ സമാനമായിട്ട് പറഞ്ഞാൽ ഏകദേശം കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണ് അന്ന് ഇന്ത്യക്ക് മൊത്തം ഉണ്ടായിരുന്നത്. കാരണം സാമ്പത്തികമായുള്ള പരാധീനതയിൽ പെട്ട് ഉഴലിയിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ അന്ന് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട്, കുടുംബാധിപത്യത്തിന് വേണ്ടിയിട്ട് പ്രഖ്യാപിച്ചതാണ് അടിയന്തരാവസ്ഥ.